എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഗോതമ്പ് പാസ്ത ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തി കുഴയ്ക്കും പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. വെള്ളത്തിന് പ്രത്യേക കണക്കൊന്നുമില്ല. നമ്മൾ പൊടിയുടെ പല പൊടിക്കും പല അളവിലായിരിക്കും വെള്ളം വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ചപ്പാത്തി കുഴയ്ക്കും പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പം ഞാൻ ഇത് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് 2 ഭാഗമായിട്ട് എടുത്തിട്ട് ആ പൊടി 2 3 ഭാഗമായിട്ടൊന്ന് തിരിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെ പരത്തിയെടുക്കാം. പക്ഷേ ചപ്പാത്തി ഉണ്ടാക്കുന്ന അത്രയും ചപ്പാത്തിയുടെ അത്രയും കനക്കുറവ് വേണ്ട. കുറച്ച് കട്ടിയിൽ കുറച്ച് കനത്തിൽ നമുക്കുണ്ടാക്കിയെടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് എത്രയോ കനം കുറയാവോ അതാണ് നല്ലത്. പക്ഷേ പാസ്ത ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിയെക്കാട്ടി കുറച്ചും കൂടി കനം ഉണ്ടായിരിക്കണം. ചപ്പാത്തിയൊക്കെ കഴിച്ച് നമ്മൾ മടുക്കുമ്പോൾ ഇതുപോലെയൊക്കെ വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. വീട്ടിൽ തന്നെ നമുക്ക് പാസ്ത ഉണ്ടാക്കാമല്ലോ. നമുക്ക് ഒത്തിരി ചേരുവകളൊന്നും ആവശ്യമില്ല. ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് പാസ്ത ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കുറച്ച് ഒന്ന് സവോളയൊക്കെ ഒന്ന് മൂപ്പിച്ച് കുറച്ച് വെജിറ്റബിൾ മതി. നമുക്ക് വളരെ ടേസ്റ്റിൽ പാസ്ത വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പുറമേ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ. അതും ഗോതമ്പ് പൊടി ആകുമ്പം വളരെ ഹെൽത്തി ആയിരിക്കും. ഇങ്ങനെ പരത്തിയെടുക്കാം. ഈ ഒരു ഘനം മതിയെ. ഒന്നും കൂടി കുറച്ച് കൂടുതൽ കട്ടിയുള്ള ഭാഗം ഞാൻ ഒന്നും കൂടി ഒന്ന് പരത്തുവാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾക്ക് വേണ്ടത് ഒരു അടപ്പാണ്. ഞാനൊരു കുപ്പിയുടെ അടപ്പാണ് എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി ചെറിയ അടപ്പാണെങ്കിലും കുഴപ്പമില്ല, ഇത്രയും മുഴുത്താണെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് ഇങ്ങനെ വട്ടത്തിൽ നമുക്കൊന്ന് അമർത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഭാഗം ഇങ്ങനെ വെടിയിച്ചെടുത്തിട്ട് നമുക്ക് പല ഷേപ്പിൽ പാസ്തയ്ക്ക് പല ഷേപ്പാണല്ലോ. ഇങ്ങനെ പല ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ആ ഹോളിൻ്റെ അകത്തേക്ക് നമ്മുടെ വിരൽ കയറ്റിയിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ചാലും മതി. ഇങ്ങനെ ഒരു ഷേപ്പിൽ നമുക്കുണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്. നമുക്ക് വലിയ താമസമൊന്നുമില്ല.
ഇങ്ങനെ 4 വശവും ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചേർത്തൊട്ടിച്ച് നമുക്കെടുക്കാം. അടുത്തത് ഞാൻ പരത്തിയിട്ടുണ്ട്. കൂടുതലും പേരും മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ മൈദ കൊണ്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. മൈദ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നല്ല വൈറ്റ് കളറും അങ്ങനെ ഉണ്ടാകും. എന്നാലും ഗോതമ്പ് പൊടിയാണല്ലോ നമുക്ക് കൂടുതലും ശരീരത്തിന് നല്ലത്. ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുകയായിരിക്കും കൂടുതലും നല്ലത്. ഇങ്ങനെയാണെങ്കിലും ഉണ്ടാക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ ഇപ്പം ഇങ്ങനെ വിടിയിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു ഭാഗം അങ്ങ് ഒട്ടിച്ചു കൊടുത്താലും മതി. പല ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ആ വേസ്റ്റ് വരുന്ന ആ പൊടി പിന്നെയും നമുക്കൊന്നുകൂടി കൈകൊണ്ടൊന്ന് തിരുമ്മിക്കുഴച്ച് പിന്നെയും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒട്ടും വേസ്റ്റ് വരത്തില്ല നമുക്ക്. ആ വേസ്റ്റ് ഇപ്പോൾ വട്ടം ഇട്ടിട്ട് ബാക്കി വരുന്ന വേസ്റ്റ് പൊടി കൊണ്ട് നമുക്ക് പിന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒട്ടും വേസ്റ്റ് ആകാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഓരോ ദിവസവും പല പല ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉണ്ടാക്കണമല്ലോ. ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്. എല്ലാ ദിവസവും ചപ്പാത്തി കഴിച്ചാൽ അതൊരു മടുപ്പല്ലേ. അപ്പം നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പല ഷേപ്പിൽ ഉണ്ടാക്കി കൊടുക്കാം. അവർക്ക് ഇഷ്ടപ്പെടും. കണ്ടോ, ഇത് വേറൊരു ഷേപ്പ്. അങ്ങനെ പല ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാം. അതിനുശേഷം ഇപ്പം ഞാനതെല്ലാം ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം ഒരു പാത്രത്തിൽ ഒരു 1/2 ലിറ്റർ അല്ലെങ്കിൽ 1.5 ലിറ്റർ വെള്ളം, നമുക്ക് ഇത്രയും മുങ്ങിക്കിടക്കണമല്ലോ, 1.5 ലിറ്റർ വെള്ളം ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പാസ്ത ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കത് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. അത് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം എടുക്കണം. എന്നിട്ട് ആ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പാസ്ത അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾക്ക്, ഒത്തിരി താമസമൊന്നുമില്ല. ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ഒന്ന് വെന്താൽ മതി. ഇപ്പോൾ അത് വെന്തിട്ടുണ്ട്. ഞാൻ ഇനി അത് കോരി മാറ്റാൻ പോവുകയാണ്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഒരു 8-10 മിനിറ്റ് ആ തിളച്ച വെള്ളത്തിൽ ഒന്ന് കിടന്നാൽ മതി. അത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. എന്നിട്ട് നമുക്കിതുപോലെ കോരി മാറ്റാം. ഇങ്ങനെ കോരിയെടുക്കാം. നമ്മൾ പാസ്ത വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന്
ഫ്രൈ ചെയ്യാനല്ല, ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിളൊക്കെ ഇട്ട്, വെജിറ്റബിൾ ഒത്തിരിയൊന്നും ഇടുന്നില്ല, സവോളയും ടൊമാറ്റോയും മാത്രമേ ഇടുന്നുള്ളൂ. അതിനായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് മൂക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി പാസ്തയിൽ പൊടിക്കകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഈ സവോള ഒന്ന് മൂത്ത് കിട്ടാനും അതുപോലെ വെജിറ്റബിളിനൊക്കെ കൂടി വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം 2 തണ്ട് വേപ്പിലിട്ട് കൊടുത്തു. 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒത്തിരി ഗോൾഡൻ കളറൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി. ഇപ്പോൾ നമ്മുടെ സവോളയും പച്ചമുളകും ഒക്കെ മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ മുളക് പൊടി. പിന്നെ ഞാൻ മാഗി നൂഡിൽസിൻ്റെ മസാല കുറച്ച് അതും കൂടി ഇട്ടു. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഒരു 2 ചെറിയ തക്കാളി അരിഞ്ഞത് അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഇത്രയും വെജിറ്റബിളും പൊടിയും മസാലയൊക്കെ ഇത്രയും ഇട്ടാൽ മതി, കുറേശ്ശെ ഇട്ടാൽ മതി. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ കോരി വെച്ചിരിക്കുന്ന ആ പാസ്ത അതിട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ഗോതമ്പ് പാസ്ത ഇവിടെ റെഡിയായി. ഇനി അതെല്ലാം കൂടി ഒന്ന് ഇളക്കി അതിലേക്കൊക്കെ ഒന്ന് ആ മസാലകളൊക്കെ ഒന്ന് പിടിപ്പിച്ചാൽ മതി. കണ്ടോ, വളരെ എളുപ്പമല്ലേ, വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയാലേ നമുക്കതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ. കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിലേക്കൊന്ന് തൂകിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാലയൊക്കെ ആ പാസ്തയിലേക്ക് പിടിക്കുന്ന വിധത്തിലൊന്ന് ഇളക്കിയെടുത്താൽ മതി. നമ്മളുടെ വളരെ രുചിയേറിയ പാസ്ത ഇവിടെ റെഡി ആയിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഉണ്ടാക്കി നോക്കണം. കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത, ഗോതമ്പ് പാസ്ത കണ്ടോ, വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.